സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്നും ചാടിയ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. കോട്ടയം സ്വദേശി സ്നേഹ പൗലോസാണ് മരിച്ചത്. ചാലക്കുടി മലക്കപ്പാറ KSRTC സർവീസിൽ ആശങ്ക. ദുരന്ത ഭീഷണിയെന്ന് ജീവനക്കാർ. ജോലിയിൽ പ്രവേശിക്കാൻ ആഹ്ലാദപൂർവ്വം കുടുംബത്തോടൊപ്പമുള്ള യാത്ര 23-കാരിയുടെ അവസാന യാത്രയായി. നാടിന്റെ നോവായി നവോമി. ജീവിക്കും ഇനി മറ്റുള്ളവരിലൂടെ. തൃശൂർ പൊന്നൂക്കരയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മുൻ വൈരാഗ്യത്തെ ചൊല്ലി യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. ചേലക്കര കിള്ളിമംഗലം 29-കാരൻ സുനിത്തിനാണ് കുത്തേറ്റത്. വാർത്തകൾ വിശദമായി. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ 4ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. 1ാം വർഷ MBBS വിദ്യാർത്ഥിനി കോട്ടയം സ്വദേശി സ്നേഹ പൗലോസാണ് മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. 1ാം വർഷ MBBS വിദ്യാർത്ഥിനി കോട്ടയം സ്വദേശിനി സ്നേഹയാണ് മരിച്ചത്. സംഭവത്തിന് കാരണമായ സാഹചര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. രാവിലെ 10 മണിയോടെ ഗുരുതര പരിക്കുകളോടെ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനിയെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് ചികിത്സയിലിരിക്കെ 11 മണിയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വിദ്യാർത്ഥിനി കെട്ടിടത്തിന് താഴെ നിലത്ത് കിടക്കുന്നതാണ് ആശുപത്രി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചാലക്കുടി മലക്കപ്പാറ KSRTC സർവീസിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണോ? ദിവസേന 100-ലധികം യാത്രക്കാരെ കയറ്റി അപകട ഭീഷണി നിറഞ്ഞ വനപാതയിലൂടെ ബസ്സുകൾ ഓടുന്നുവെന്നാണ് ജീവനക്കാരുടെ ഗുരുതര മുന്നറിയിപ്പ്. കൂടുതൽ ബസ്സുകൾ അനുവദിക്കാത്ത പക്ഷം വൻ ദുരന്തമുണ്ടാകുമെന്ന് ജീവനക്കാരുടെ സംഘടന പറയുന്നു. നിയമപ്രകാരം ഒരു KSRTC ബസ്സിൽ പരമാവധി 64 യാത്രക്കാരെയാണ് കൊണ്ടുപോവാൻ അനുമതിയുള്ളത്. എന്നാൽ ചാലക്കുടി മലക്കപ്പാറ റൂട്ടിൽ ഇപ്പോൾ 100 മുതൽ 120 വരെ യാത്രക്കാരുമായാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നതെന്നാണ് ജീവനക്കാരുടെ ആരോപണം. യാത്രക്കാരിൽ 80 മുതൽ 90% സ്ത്രീകളാണ്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ചതിന് ശേഷമാണ് യാത്രക്കാരുടെ എണ്ണം കുത്തനെ ഉയർന്നതെന്നും ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. വിഷയം ചൂണ്ടിക്കാട്ടി ഇൻഡിപെൻഡൻസ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ഫെഡറേഷൻ ഗതാഗത മന്ത്രിക്കും KSRTC CMDക്കും ചാലക്കുടി യൂണിറ്റ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെയുള്ള 70 കിലോമീറ്റർ ദൂരം ഇടുങ്ങിയ ഒറ്റവരി പാതയാണ്. ഒരു വശത്ത് ആഴമേറിയ കൊക്കകളും 9 ഹെയർപിൻ വളവുകളുമുള്ള ഈ പാതയിൽ ഓരോ വളവും കടക്കാൻ പലപ്പോഴും ബസ് 2 തവണയെങ്കിലും പുറകോട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. ഓവർലോഡ് കാരണം ബസ് പുറകോട്ടെടുക്കുമ്പോൾ പലപ്പോഴും ബ്രേക്ക് വേണ്ടവിധം പ്രതികരിക്കാറില്ലെന്നാണ് ഡ്രൈവർമാരുടെ ആശങ്ക. നിലവിൽ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് ദിവസേന 4 KSRTC ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇവയിൽ പലതും 15 വർഷത്തിലേറെ പഴക്കമുള്ളവയാണെന്നും ജീവനക്കാർ പറയുന്നു. യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കാൻ കൂടുതൽ സർവീസുകൾ ആരംഭിക്കണമെന്നും നിർത്തിവെച്ച 11 മണിക്കുള്ള ചാലക്കുടി മലക്കപ്പാറ സർവീസ് പുനരാരംഭിക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ആവശ്യമായ ഇടപെടൽ ഉടൻ ഉണ്ടായില്ലെങ്കിൽ ഈ റൂട്ടിൽ വലിയ ദുരന്തത്തിന് സാധ്യതയുണ്ടെന്നാണ് ജീവനക്കാരുടെ മുന്നറിയിപ്പ്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ KSRTCയും സർക്കാരും അടിയന്തര നടപടി സ്വീകരിക്കണമോ എന്നത് ഇനി കണ്ടറിയാനുള്ളത്. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കാൻ ആഹ്ലാദപൂർവ്വം കുടുംബത്തോടൊപ്പമുള്ള യാത്ര 23-കാരിയുടെ അവസാന യാത്രയായിരുന്നു. നാടിന്റെ നോവായി കൊട്ടാരക്കര വാഹനാപകടത്തിൽ മരണമടഞ്ഞ നവോമി. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കാൻ ആഹ്ലാദപൂർവ്വം കുടുംബത്തോടൊപ്പമുള്ള യാത്ര 23-കാരിയുടെ അവസാന യാത്രയായിരുന്നു. നാടിന്റെ നോവായി കൊട്ടാരക്കര വാഹനാപകടത്തിൽ മരണമടഞ്ഞ നവോമി. കരുതലിന്റെ പ്രതീകമായി യുവതി ജീവിക്കും ഇനി മറ്റുള്ളവരിലൂടെ. കാറും പാഴ്സൽ ലോറിയുമായി കൂട്ടിയിടിച്ച ഗുരുതര പരിക്കേറ്റ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച നവോമിയുടെ അവയവങ്ങൾ ദാനം ചെയ്യും. ഹൃദയം, കണ്ണുകൾ, വൃക്കകൾ, കരൾ, പാൻക്രിയാസ്, ബ്ലഡ് വെസൽസ് എന്നിവയടക്കം എല്ലാ ആന്തരികാവയവങ്ങളും ദാനം ചെയ്യുന്നതിനാണ് ബന്ധുക്കൾ സമ്മതപത്രം നൽകിയിട്ടുള്ളത്. വടക്കാഞ്ചേരി പുല്ലാനിക്കാട് സ്വദേശിനി വാണിയം കിഴക്കേൽ വിൻസെന്റ് ജിപ്സി ദമ്പതികളുടെ മകളാണ്. യുവതിയുടെ സംസ്കാരം ബുധനാഴ്ച വടക്കാഞ്ചേരി ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. കഴിഞ്ഞ 25-ന് കൊട്ടാരക്കര വാളകത്ത് കാറും പാഴ്സൽ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. മാതാവ് ജിപ്സി, സഹോദരൻ ജോയൽ എന്നിവരോടൊപ്പം ജോലിയിൽ പ്രവേശിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഗുരുതര പരിക്കേറ്റ നവോമിയെ കൊട്ടാരക്കര വിജയ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ച
വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും കഴിഞ്ഞ ദിവസം കാലത്ത് 9-ന് മരണമടയുകയായിരുന്നു. പരിക്കേറ്റ അമ്മയും സഹോദരനും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഖോ കായിക താരവും ഖോ എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്ത നവോമി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ PG ബിരുദവും നേടിയിട്ടുണ്ട്. പിതാവ് വിൻസെന്റ് ഡ്രൈവറാണ്. മാതാവ് ജിപ്സി ജിം പരിശീലകയായും സഹോദരി ഏഞ്ചൽ എറണാകുളത്ത് അധ്യാപികയായും പ്രവർത്തിച്ചു വരികയാണ്. നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി വിടവാങ്ങുന്ന യുവതി ഇനി ജീവിക്കും മറ്റുള്ളവരിലൂടെ. മുൻവൈരാഗ്യത്തെ ചൊല്ലി യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. ചേലക്കര കിള്ളിമംഗലം പള്ളിപ്പടി വടക്കുമുറി വീട്ടിൽ 29-കാരൻ സുനിത്തിനാണ് കുത്തേറ്റത്. മുൻവൈരാഗ്യത്തെ ചൊല്ലി യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. ചേലക്കര കിള്ളിമംഗലം പള്ളിപ്പടി വടക്കുമുറി വീട്ടിൽ 29-കാരൻ സുനിത്തിനാണ് കുത്തേറ്റത്. സംഭവത്തിൽ കിള്ളിമംഗലം പള്ളിപ്പടി കോണൂർപ്പടി വീട്ടിൽ 36-കാരൻ പ്രശാന്തിനെതിരെ ചേലക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. സുനിത് കൂട്ടുകാരനുമായി ഫോണിൽ സംസാരിച്ച് നടന്നു പോകുന്നതിനിടെ പുറകിലൂടെ വന്ന പ്രതി ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു നിർത്തി കഴുത്തിന് പുറകിലും മുതുകിലും കുത്തുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഗുരുതര പരിക്കേറ്റ സുനിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ചേലക്കര പോലീസ് സബ് ഇൻസ്പെക്ടർ പൗലോസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി വരികയാണ്. തൃശൂർ പൊന്നൂക്കരയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. അപകടത്തിന്റെ ഞെട്ടിക്കുന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. തൃശൂർ പൊന്നൂക്കരയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. അപകടത്തിന്റെ ഞെട്ടിക്കുന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ 34-കാരൻ വിജീഷാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡിന്റെ എതിർദിശയിലേക്ക് മറിയുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഓടിയെത്തിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ വീണ്ടും ഓട്ടോറിക്ഷ എതിർദിശയിലെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഓടിക്കയറുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പരിക്കേറ്റ 34-കാരനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. 5 വട്ടം ലോകം കീഴടക്കിയ കാനറിപ്പടയുടെ അഹങ്കാരവും മൈതാനത്ത് വിസ്മയം തീർക്കുന്ന നീല സമുറായികളുടെ അച്ചടക്കവും നേർക്കുനേർ. കാണാം തനിനിറം ന്യൂസ് ഗോൾഗാർഡ്. 5 വട്ടം ലോകം കീഴടക്കിയ കാനറിപ്പടയുടെ അഹങ്കാരവും മൈതാനത്ത് വിസ്മയം തീർക്കുന്ന നീല സമുറായികളുടെ അച്ചടക്കവും ഇന്ന് നേർക്കുനേർ. ലക്ഷ്യം ഒന്നേയുള്ളൂ: ക്വാർട്ടർ ഫൈനലിലേക്കുള്ള സുവർണ ടിക്കറ്റ്. 2026 ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിന് ഹൂസ്റ്റണിലെ NRG സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. കണക്കുകൾ നോക്കിയാൽ ബ്രസീൽ ബഹുദൂരം മുന്നിലാണ്. നേർക്കുനേർ വന്ന 14 മത്സരങ്ങളിൽ 11ലും ജയം മഞ്ഞക്കുപ്പായക്കാർക്ക്. എന്നാൽ ബ്രസീൽ ഒന്ന് പേടിക്കണം. കാരണം 2025 ഒക്ടോബറിൽ നടന്ന അവസാന സൗഹൃദ മത്സരത്തിൽ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം 3-2 ബ്രസീലിനെ അട്ടിമറിച്ച ചരിത്രം ഈ ജപ്പാനീസ് പടയ്ക്കുണ്ട്. 2006 ലോകകപ്പിലെ 4-1 തോൽവിക്ക് പകരം ചോദിക്കാൻ കൂടിയാണ് ജപ്പാൻ വരുന്നത്. ആദ്യ കളിയിൽ മൊറോക്കോയോട് സമനില വഴങ്ങിയ ആൻസലോട്ടിയുടെ ബ്രസീൽ പിന്നീട് ഹെയ്ത്തിയെയും സ്കോട്ട്ലൻഡിനെയും 3 ഗോളുകൾക്ക് വീതം തകർത്ത ഗ്രൂപ്പ് ജേതാക്കളായാണ് വരുന്നത്. വിനീഷ്യസും റോഡ്രിഗോയും നയിക്കുന്ന ആക്രമണ നിര തീപ്പൊരി ഫോമിലാണ്. മറുവശത്ത് നെതർലാൻഡ്സിനെയും സ്വീഡനെയും വിറപ്പിച്ചു നിർത്തി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ജപ്പാന്റെ വരവ്. എൻഡോയും മിറ്റോമയും പരിക്കേറ്റ് പുറത്തായിട്ടും തോൽക്കാൻ മനസ്സില്ലാത്ത ജപ്പാന്റെ അച്ചടക്കം ബ്രസീലിന് വലിയ വെല്ലുവിളിയാണ്. കളിക്കളത്തിലെ വ്യക്തിഗത മികവിലാണ് ബ്രസീലിന്റെ പ്രതീക്ഷ. വിങ്ങുകളിൽ വിനീഷ്യസിന്റെ വേഗതയും റോഡ്രിഗോയുടെ സർഗാത്മകതയും പ്രതിരോധം തകർക്കാൻ പോന്നതാണ്. എന്നാൽ കോച്ച് മുറിയാസുവിന്റെ ജപ്പാൻ ഇറങ്ങുന്നത് കൃത്യമായ പ്രതിരോധവും മിന്നൽ വേഗത്തിലുള്ള കൗണ്ടർ അറ്റാക്കുകളുമായാണ്. മധ്യനിരയിൽ കുബോയും കമാഡയും പന്തെത്തിച്ചാൽ മിനോമിനോയും നെക്കാമുറയും ബ്രസീലിയൻ കോട്ട തകർക്കും. തന്ത്രങ്ങളുടെ പോരാട്ടത്തിൽ ആരു വീഴും ആരു വാഴും. ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റണിൽ പന്തുരുളുമ്പോൾ നെഞ്ചിടിപ്പോടെയല്ലാതെ ഫുട്ബോൾ ലോകത്തിന് ഇത് കണ്ടിരിക്കാനാവില്ല. ആവേശം അവസാന നിമിഷം വരെ നീളുന്ന മത്സരത്തിൽ ബ്രസീൽ 2-1 ജപ്പാനെ മറികടക്കുമെന്നാണ് പ്രവചനങ്ങൾ. കാനറിപ്പടയുടെ സാമ്പാ നൃത്തമാണോ അതോ നീല സമുറായികളുടെ വിജയക്കൊടിയാണോ ഹൂസ്റ്റണിൽ ഉയരുക? കാത്തിരുന്നു കാണാം. ലോകകപ്പിലെ ചൂടേറിയ നോക്കൌട്ട് വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. സ്പോർട്സ് ഡെസ്ക് തനിനിറം. തുടർന്ന് വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.